السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മക്കയിലെ നമ്മുടെ ജീവിതത്തിനിടയിൽ, വിശേഷിച്ചും ഹജ്ജിന് തൊട്ട് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ അമലുകളുടെ മുന്നോടിയായി നമുക്കുണ്ടാകേണ്ട രണ്ട് വികാരങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. അത് റബ്ബിനോടുള്ള സ്നേഹമാണ്. റബ്ബിനോടുള്ള സ്നേഹമാണ് എല്ലാ ഇബാദത്തുകളുടെയും ആത്മാവ്, ജീവൻ എന്ന് പറയുന്നത്. ആ സ്നേഹമുണ്ടെങ്കിലേ ഇബാദത്താവുകയുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇബാദത്തിന് പറഞ്ഞ നിർവചനം വളരെ അത്ഭുതകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഷിദ്ദത്തു മഹബ്ബത്തിൽ അബ്ദി ലിറബ്ബിഹി. ഷിദ്ദത്തു മഹബ്ബത്തിൽ അബ്ദി ലിറബ്ബിഹി. ഒരടിമക്ക് തൻ്റെ റബ്ബിനോട് തോന്നുന്ന കഠിനമായ സ്നേഹമാണ് ഇബാദത്ത്. അപ്പോഴേ ഇബാദത്താവുള്ളൂ എന്ന് മാത്രം. രണ്ടാമത്തെ വികാരം നമുക്കുണ്ടാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതാണ് സത്യത്തിൽ ഇബാദത്തുകളുടെ ശരീരം എന്ന് പറയുന്നത്. ആത്മാവ് റബ്ബിനോടുള്ള സ്നേഹമാണെങ്കിൽ ശരീരം തിരുമേനിയോടുള്ള സ്നേഹമാണ്. ആത്മാവും ശരീരവും ചേരുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ നാമായിത്തീരുന്നത്. ആത്മാവ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, ശരീരം മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. അത് രണ്ടും കൂടിയും ഒരുമിച്ച് ചേരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നത്തിനെക്കുറിച്ച് നാം അറിയേണ്ടത്. സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫിഖ്ഹിൽ പഠിച്ച സുന്നത്തിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫിഖ്ഹിൽ പഠിച്ച സുന്നത്ത് എന്താ? ചെയ്താൽ കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറ്റമൊന്നും ഉണ്ടാവില്ല. അതല്ല യഥാർത്ഥത്തിൽ ഇബാദത്തുകളെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സുന്നത്ത്. മറിച്ച് അത് നബി തങ്ങളോടുള്ള വലിയ സ്നേഹമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരിക്കൽ നബിയുടെ കൂടെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് അന്ത്യസമയമുണ്ടാവുക എന്ന്. ആ ചോദ്യം നമുക്ക് യഥാർത്ഥത്തിൽ അന്ത്യസമയത്തെക്കുറിച്ചുള്ള അവസ്ഥയും അതിനുശേഷമുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണവുമൊക്കെ കേട്ടിട്ട് അതിൽ നിന്നാണ് എപ്പോഴാണ് ഇത് എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള അർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഒരു ചോദ്യം ആ മനുഷ്യനോട് ചോദിച്ചു, മാദാ അഅദത്ത ലഹ, നീ എന്ത് പ്രിപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത്? എന്താണ് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? പോകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ അടുത്ത്? ആ മനുഷ്യൻ പറഞ്ഞ വാചകം വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലാ ഷൈ ഇല്ല അന്നനി ഉഹിബ്ബുല്ലാഹ വ റസൂല. എൻ്റെ അടുത്ത് ഒന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹവും അവൻ്റെ റസൂലിനോടുള്ള സ്നേഹവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പക്ഷേ വിചാരിക്കാത്തൊരു ഉത്തരമായിരിക്കും ആ മനുഷ്യനിൽ തോന്നുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ പ്രകൃതിയിൽ ജീവിക്കുകയാണെങ്കിൽ, അഥവാ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫല്ല എങ്കിൽ, നമുക്കൊക്കെ സത്യത്തിലുള്ളത് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ് ഒക്കെ ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്രിമ ജീവിതമാണെന്നർത്ഥം. ഒറിജിനൽ ലൈഫാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള വികാരങ്ങൾ കടന്നു വരും. നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു കൃത്രിമ ജീവിതത്തിലാണുള്ളത്, ഒരു കെമിക്കൽ ലൈഫിലാണുള്ളത്. ആ മനുഷ്യൻ്റെ മറുപടി തിരുമേനിയെ തല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. നബി തിരുമേനി ഉടനെ മറുപടി പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത്, അൻത മഅ മൻ അഹ്ബബ്ത്. ഓ, അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സത്യത്തിൽ അന്നത്തെ പോലെ സന്തോഷിച്ച മറ്റൊരു ദിവസം ഉണ്ടായില്ല. അന്നത്തെ പോലെ ഞങ്ങൾ സന്തോഷിച്ചൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായില്ല. കാരണം അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹുവിൻ്റെ കൂടെ എത്തും, റസൂലിനെ സ്നേഹിച്ചാൽ
സുബ്ഹാനല്ലാഹ്. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ. ഖുർആൻ പറഞ്ഞു തന്നല്ലോ. അതും ഒരു സഹാബിയുടെ വേദനയിൽ നിന്ന് വന്ന ഉത്തരമാണ്. ഒരു സഹാബി നബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, നബിയെ, ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ റസൂലിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങോട്ട് ഓടി വരാം, റസൂലിനെ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബിയെ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് വിചാരണ കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്കത് പറ്റുമോ? ഞങ്ങൾക്ക് സാധിക്കുമോ? അങ്ങ് എവിടെയോ ഉയരത്തിലായിരിക്കൂലേ, ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ തന്നെ എവിടെ ഇരിക്കും? നമ്മൾ ആലോചിക്കുക, അവരുടെ നബിയോടുള്ള വല്ലാത്ത സ്നേഹം, ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കണം നബിയെ എങ്ങനെ കാണാൻ. അതാണ് സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പടി തന്നെ. ആഗ്രഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണാൻ പൂതിയുണ്ടാവില്ലേ? ഒറിജിനൽ സ്നേഹമാണെങ്കിൽ കാണാൻ പൂതിയുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു തആലയുടെ മറുപടി പറഞ്ഞത്, അങ്ങനെ ആഗ്രഹിച്ചവർ എവിടെ ഇരിക്കും എന്ന് പറയും. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അവർ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കിട്ടിയവരുടെ കൂടെ ആയിരിക്കും. മിനൻ നബിയ്യീൻ, നബിമാരുടെ കൂടെ, വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ കൂടെ, വശുഹദാ, സുബ്ഹാനല്ലാഹ്, ശുഹദാക്കളുടെ കൂടെ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും മക്കയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ നോക്കൂ, ഈ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറഞ്ഞൊരു വാചകമുണ്ട്, ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഇവിടെ നമ്മൾ വന്നത് എന്തിനാ? ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഒരുപാട് മൻഫഅത്തുകൾക്ക് നാം സാക്ഷികളാവണം. അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. മനാഫിഅ എന്ന് പറഞ്ഞാൽ മൻഫഅത്തിൻ്റെ ബഹുവചനമാണ്. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സംഗതികൾക്ക് സാക്ഷികളാകാൻ സാധിക്കും. ആ റസൂലിനോടുള്ള സ്നേഹം പറയുമ്പോൾ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഹറമിൽ പോയിരിക്കുമ്പോഴേ ഒരുപാട് കറുത്ത മനുഷ്യന്മാർ എൻ്റെ മുമ്പിലെ സഫിൽ മുഴുവൻ, അതും കുറേ മെല്ലിച്ച കറുത്ത മനുഷ്യന്മാർ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ്? സംസാരിക്കാനൊന്നും അവർക്ക് അറിയില്ല, അവരുടെ ഭാഷ അല്ലാതെ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ കാണിച്ചെന്ന്. ബാഗിലുള്ളത് എത്യോപ്യയാണ്. എത്യോപ്യക്കാർ എത്യോപ്യയിൽ നിന്നുള്ള ആഫ്രിക്കൻസ് കുറച്ച് കനം കുറഞ്ഞവരായിരിക്കും, മറ്റേ ഭയങ്കര കട്ടിയുള്ളവരായിരിക്കും. സത്യത്തിൽ സുബ്ഹാനല്ലാഹ്, അവിടെ ഇരിക്കുമ്പോൾ എന്തോരു രസം അവരെ കാണാൻ. കറുത്ത കളറാണ്. സാധാരണ കറുത്ത കളറിന് നമുക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടാകാറില്ല, പക്ഷെ എന്തൊരു ഭംഗി. നമ്മൾ അനുഭവിക്കണം, ആസ്വദിക്കണം. എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്നത്, ഞാൻ എൻ്റെ ഒരു ഫീലിംഗ് പറയാണ്, അനുഭവം പറയാം. എനിക്ക് ഓർമ്മ വന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രത്യേകിച്ചും മഗ്‌രിബിൻ്റെ ബാങ്ക് അതിൻ്റെ ശേഷം കേട്ടപ്പോൾ സത്യത്തിൽ പൊട്ടി. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിത്രത്തിൽ വന്നു. സത്യത്തിൽ ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു? നമുക്കറിയാമല്ലോ ആരായിരുന്നു. അബിസീനിയയിൽ നിന്ന് ഉമയ്യത്ത് ബിൻ ഖലഫിന് കിട്ടിയ ഒരടിമപ്പെണ്ണിൽ പിറന്ന ഒരു കുട്ടിയാണ് എന്ത്? ബിലാൽ. ആ അടിമപ്പെണ്ണിൻ്റെ പേര് റബാഹ് എന്നായിരുന്നു. പക്ഷെ പിന്നീട് ആ ബിലാൽ എവിടെ എത്തി എന്ന് ആലോചിച്ചു. മുഅദ്ദിനുർ റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅദ്ദിനുർ റസൂൽ, റസൂലിൻ്റെ അദാൻ വിളിക്കുന്ന ആളായി മാറി. ആരായിരുന്നു ഈ ബിലാൽ? ഖുറൈശികളിലെ പ്രമുഖനായ ഈ ഉമയ്യയുടെ ഒട്ടകങ്ങളെ മേക്കലായിരുന്നു ബിലാലിൻ്റെ ജോലി. അതിനുള്ള കൂലി എന്തായിരുന്നു നിങ്ങൾക്കറിയോ? കൂലി വിശപ്പ് മാറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഈത്തപ്പഴമായിരുന്നു. ഈത്തപ്പഴമാണെങ്കിലും തിന്നിട്ട് വിശപ്പ് മാറുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന് പോലും പറ്റാത്ത രീതിയിലുള്ള ഈത്തപ്പഴമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂലി എന്ന് പറയുന്നത്. അടിമ ജീവിതം, മരുഭൂമിയിലെ ജീവിതം, ഒട്ടകങ്ങളെ മേച്ചുള്ള ജീവിതം പൊതുവെ വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ സമയത്താണ് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നത്. അതും കേൾക്കുന്നത് ഉമയ്യയുടെ നാവിൽ നിന്ന്. ഉമയ്യ യജമാനനാണ്. ഉമയ്യ റസൂലിനെ ചീത്ത പറയുന്ന വാക്ക് കേട്ടിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനെ കുറിച്ച് അറിയുന്നത്. ഉടനെ ഓടി ഈ മനുഷ്യനെയും തിരഞ്ഞ് ഓടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഖബ്ബാബുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇതേമാതിരി വന്ന ആളാണ്. അമ്മാറുണ്ട് റളിയല്ലാഹു അൻഹു, സുമയ്യയുണ്ട്. അവരുടെ പിന്നാലെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. സത്യത്തിൽ ഇത് ഉമയ്യക്ക് ഭയങ്കര അപമാനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ അണച്ചു കൂട്ടിപ്പിടിച്ചു. ബിലാലിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒരുപാട് വലിയ തഴമ്പുകളുണ്ട്. തഴമ്പറിയല്ലോ,
മുറിവുകളുണ്ട്. അണച്ചുപൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടത്തിൽ കിടന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞു വീഴും. ഇതുവരെ ഒരാളും ബിലാലിനെ അമർത്തി പിടിച്ചിട്ടില്ല, ആശ്ലേഷിച്ചിട്ടില്ല. അതാണ് വല്ലാത്ത ഒരവസ്ഥയായിരുന്നു അത്. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിച്ചു. ബിലാൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. ഇത് കേട്ട് ഉമയ്യക്ക് ഭ്രാന്തായി. സ്വാഭാവികമാണ്. കാരണം ഉമയ്യ നബിയുടെ ഏറ്റവും കടുപ്പമുള്ള ശത്രുവായിരുന്നു. ഉമയ്യക്ക് ഭ്രാന്തായി. അതിശക്തമായ മർദ്ദനമുറകൾ, നമ്മളീ പോയ ഈ വഴികളിലൊക്കെ ബിലാലിനെ മർദ്ദിച്ച, ബിലാലിൻ്റെ രക്തം വീണ മണ്ണുകളുണ്ട്. അത്ര ശക്തിയുള്ള മർദ്ദനങ്ങൾ, കഥകൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് വിശദീകരിക്കേണ്ടതില്ല, വിശദീകരിക്കാൻ നമുക്ക് കഴിയും തോന്നുന്നില്ല, അത്രയും. അവസാനം ഈ ഉമയ്യ തൻ്റെ അടിമകളെ മുഴുവൻ കൂട്ടി, ഒരുപാട് മക്കളെ കൂട്ടി, ബിലാലിനെ ഒരു കളിവസ്തുവിനെ പോലെ കയറിട്ട് മുകളിൽ പാറക്കല്ല് കയറ്റി വെച്ച് ഈ മരുഭൂമിയിലൂടെ വലിച്ചിഴച്ചു. എന്നിട്ട് പറഞ്ഞു ബിലാലിനോട്, ഒന്ന് ലാത്തയെ വിളിക്കാൻ, ഉസ്സയെ വിളിക്കാൻ. ബിലാൽ വിസമ്മതിച്ചു. ബിലാൽ അപ്പോൾ ഒക്കെ പറഞ്ഞത് അഹദ് അഹദ് എന്ന, അള്ളാഹു അഹദ് എന്ന്. വിസമ്മതിച്ചു ബിലാൽ. ബിലാൽ അനുഭവിച്ചിരുന്നത് ആനന്ദമായിരുന്നു. അത് പിന്നീട് ബിലാൽ പറയുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് ബിലാൽ വല്ലാതെ പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു എന്നല്ല. നേരെ തിരിച്ചാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ അനുഭവിച്ചത് ബിലാൽ ആനന്ദമായിരുന്നു. ബിലാൽ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ബിലാലിൻ്റെ ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട്, രക്തം അങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ബിലാൽ താങ്കൾ എന്തായിരുന്നു, താങ്കൾക്ക് എന്താണ് ഉണ്ടായ വികാരമെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വല്ലാത്ത ആനന്ദമായിരുന്നു. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ തിരിച്ചാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ടാണ് ഗസയിലെ കുട്ടികൾ അങ്ങനെ, നമ്മൾ പറഞ്ഞത് അവർക്ക് കഷ്ടപ്പാട്, അവർക്ക് പ്രയാസം എന്നാണ്. അവരനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് ഇതിൻ്റെ അള്ളാഹു നൽകുന്ന ഒരു വല്ലാത്ത ഒരു സമ്മാനമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവസാനം മർദ്ദനം സഹിക്കവയ്യാതെ ആ വഴിയിലൂടെ നടന്നു പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് കണ്ടു. അബൂബക്കർ സിദ്ദീഖ് ബിലാലിനെ വില കൊടുത്ത് വാങ്ങി. കഥ നിങ്ങൾക്കറിയാലോ. നമ്മളെ വിഷയം ആ കഥയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നത്. അവസാനം നബിയുടെ കൂടെ ഒരു നിഴൽ പോലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായി. ഹിജ്റ പോയപ്പോഴും ബിലാൽ ഉണ്ടായി, അല്ലേ? ബാങ്ക് വിളി, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാൻ അനുവദിച്ചപ്പോൾ ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയമില്ലാതെ തിരഞ്ഞെടുത്തത് ബിലാലിനെയായിരുന്നു. സംശയമില്ല. ബിലാൽ നിഗുരാണ്, ബിലാൽ അടിമയാണ്, ബിലാൽ കറുത്തവനാണ്, ബിലാൽ തറവാടില്ലാത്തവനാണ്, ബിലാൽ അറബിയല്ല. പക്ഷേ മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ബിലാൽ. വല്ലാത്ത ഒരു ശബ്ദമായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫത്ഹ് മക്കയിൽ വന്നു. ഇത്രയും കാലം മുഅദ്ദിനു റസൂലായിരുന്നു. അവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ വൃത്തിയാക്കി. കഅബയിലുള്ള വിഗ്രഹങ്ങൾ 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു കഅബയുടെ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബീൻ്റെയൊക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു കഅബക്കകത്ത്. അതൊക്കെ ശുദ്ധിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞു ബിലാലിനെ. എവിടെ ബിലാൽ? ബിലാൽ വന്നു. അത് വല്ലാത്ത സ്ഥാനമാണ്. ചരിത്രം പറയുന്നുണ്ട്, അന്ന് നബിയുടെ നാവ് കൊണ്ട് പേര് ചൊല്ലി വിളിച്ചവരൊക്കെ വലിയ വലിയ മഹാന്മാർ. ആദ്യം നബി വിളിക്കുന്നത് ബിലാലിനെ. ബിലാൽ കഅബയുടെ മുകളിൽ കയറി. നമ്മൾ കാണുന്ന കഅബയുടെ മുകളിൽ ബിലാൽ കയറി ബാങ്ക് വിളിച്ചു. അല്ലാഹു അക്ബർ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇനിയാണ് നമ്മൾ ബിലാലിൻ്റെ ചരിത്രം അറിയേണ്ടത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നീട് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ചരിത്രം നിങ്ങൾക്കറിയാം. വഫാത്തായ രംഗമൊക്കെ വളരെ വല്ലാത്ത വൈകാരികമായ രംഗമാണ്. നിങ്ങൾ പലപ്പോഴും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. തിരിച്ചുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ആദ്യത്തെ അദാൻ വിളിക്കുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ചരിത്രം അത് പറയുന്നു. അവിടെയാണ് നമുക്ക് റസൂലിനോടുള്ള സ്നേഹം എന്താണ്, നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാകേണ്ട സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നു. ആദ്യത്തെ ബാങ്ക് വിളിക്കുമ്പോൾ സത്യത്തിൽ ബിലാലിനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സ്നേഹത്തിൻ്റെ കാഠിന്യമായിരുന്നു, വല്ലാത്ത ശക്തിയായിരുന്നു ആ സ്നേഹം. അതവിടെയൊന്നും വല്ലാത്ത സ്നേഹമായിരുന്നു. അത് നമ്മൾ
പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അത്രയും വലുതായിരുന്നു യഥാർത്ഥത്തിൽ, അപ്രകാരമായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുധനാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയ ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് വരുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. സമ്മതം ചോദിക്കുക, ഇവിടുന്ന് പോകണം, ഇവിടെ ഇനി നിൽക്കാൻ കഴിയില്ല, റസൂലില്ലാത്ത മദീനയിൽ ഞാനില്ല. അബൂബക്കർ സിദ്ദീഖ് സമ്മതം കൊടുത്തില്ല. അവസാനം ബിലാൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അബൂബക്കറിനോട്, അബൂബക്കർ, താങ്കൾ എന്നെ മോചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ താങ്കൾ എന്നെ ഒഴിവാക്കണം, വിടണം. അല്ല, താങ്കൾക്കും ഒരു അടിമയാകാനാണെങ്കിൽ താങ്കൾ പറയണത് ഞാൻ കേൾക്കണം, ഞാൻ അവിടെ നിൽക്കുമെന്ന്. ആ ഉത്തരത്തിൻ്റെ മുമ്പിൽ അബൂബക്കർ പതറിപ്പോയി, തിരിച്ചുപോയി. ബിലാൽ പോയത് ഡമസ്കസിലേക്ക് പോയി. ചരിത്രം പിന്നെ അങ്ങനെ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് വഫാത്തായി, ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായി. ഹിജ്റ 17-ാം വർഷം, ചരിത്രത്തിൽ വല്ലാത്തൊരു വർഷമാണത് മുസ്ലിം ലോകത്തിന്. ഹിജ്റ 17-ാം വർഷം ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബാണ് ഖലീഫ. ഉമർ ഇബ്നുൽ ഖത്താബിന് മാത്രമേ താക്കോലേൽപ്പിക്കൂ എന്ന് അന്നത്തെ പാത്രിയാർക്കീസ് പറഞ്ഞു. ഈ അന്ന് ചർച്ചാണല്ലോ, ചർച്ചിൻ്റെ പോപ്പ് പറഞ്ഞു ഉമർ ഖലീഫയ്ക്ക് താക്കോലേൽപ്പിക്കൂ. ഖലീഫ മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയി. അന്ന് ഫലസ്തീനിലേക്ക് പോകുമ്പോൾ ഖലീഫ അവിടെയുള്ള സമീപത്തുള്ള എല്ലാ പ്രധാനികളെയും വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഹിജ്റ 17-ാമത്തെ വർഷം എല്ലാവരും ഒരുമിച്ച് കൂടി ബൈത്തുൽ മുഖദ്ദസിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുക. അതുവരെ ഈ കുരിശ് നായകന്മാരുടെ കൈകളിലായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉമർ ഇബ്നുൽ ഖത്താബിന് കീഴടങ്ങി. ആദ്യമായി ബൈത്തുൽ മുഖദ്ദസിൽ ബാങ്ക് വിളിച്ചത് മുഅദ്ദിനുർ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വല്ലാത്തൊരു അത്ഭുതമാണ്. പിന്നീട് ബിലാലിൻ്റെ കഥ, അങ്ങനെ ഡമസ്കസിൽ ജീവിച്ച് ഹിജ്റ 20-ാമത്തെ വർഷം ബിലാൽ വഫാത്താവുകയാണ്. ഞാൻ ബിലാലിൻ്റെ കഥ പറഞ്ഞത് റസൂലിനോടുള്ള സ്നേഹം നോക്കൂ. നമ്മളിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ, ഇനി നിങ്ങൾ ഹറമിൽ പോയിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അല്ലേ? ഹറമിൽ പോയിരുന്നപ്പോൾ അള്ളാഹുവിനോടുള്ള ആ ഒരു മഹബത്ത്, ഹുബ്ബ് വന്നല്ലോ. ഇന്ന് നിങ്ങൾ മുഴുവൻ നോക്കേണ്ടത് ഈ കറുത്ത മനുഷ്യരെയായിരിക്കും. ഈ കറുപ്പ് വല്ലാത്തൊരു കളറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു കറുപ്പ്. അത് ബിലാൽ മാത്രമല്ല, ഈ ഇസ്ലാമിൻ്റെയും മക്കയുടെയും ചരിത്രം മുഴുവൻ കറുത്ത വർഗ്ഗക്കാരുടെ ചരിത്രമാണ്. അത് നമ്മൾ അറിയണമല്ലോ. അത് ഹാജറാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ചരിത്ര പുരുഷൻ അല്ലേ? നമ്മളെവിടെ നോക്കിയാലും ഹാജറിൻ്റെ സ്മരണയാണ്. ഹാജർ ഒരു കറുത്ത ആഫ്രിക്കൻ അടിമ സ്ത്രീയായിരുന്നു ഹാജർ. ആ ഹാജറിൽ നിന്നാണ് ഇസ്ലാമിക നാഗരികത, സിവിലൈസേഷൻ മുഴുവൻ ഉയർന്നു വന്നത്. സുമയ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദയാണ്. ഇവരൊക്കെ കറുത്തവരായിരുന്നു, കറുത്ത വർഗ്ഗക്കാരായിരുന്നു. കറുപ്പിനോടുള്ള ആ ഒരു ഇഷ്ടം യഥാർത്ഥത്തിൽ നമുക്ക് ഇനി നിങ്ങളിന്ന് ഇവിടെ പോയിരിക്കുമ്പോഴൊക്കെ അത് നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം റസൂലിനോടുള്ള ഹുബ്ബാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇബാദത്തുകളുടെ ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണെങ്കിൽ ഇബാദത്തുകളുടെ ശരീരം എന്താ? റസൂലിനോടുള്ള സ്നേഹമാണ്. എൻ്റെ ഒരു കഥ മാത്രമേ ഞാൻ പറഞ്ഞു, ഇതൊന്നല്ല, ഒരുപാടുണ്ട്. നിങ്ങൾ ഹറമിൻ്റെ ചുറ്റുഭാഗം നടന്നപ്പോൾ ഒരു വാതിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. ബാബുൻ നിസ എന്ന് പറഞ്ഞൊരു വാതിലുണ്ട് ഹറമിന്, സഫാ മറവിയുടെ ഭാഗത്ത്. നിങ്ങൾക്കറിയോ ആ വാതിലിൻ്റെ ചരിത്രം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാതിലിൻ്റെ അടുത്ത് കൂടെ അതിലൂടെ കടന്നു വന്നപ്പോൾ നബി പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു വാതിലുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ഈ വാതിൽ അങ്ങനെ ആക്കിയാലോ? അന്ന് ഒരുപാട് വാതിലൊന്നുമില്ല. വാതിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അടയാളമാണ് അന്നത്തെ. ഈ വാതിൽ സ്ത്രീകൾക്ക് മാത്രമാക്കിയെങ്കിലോ എന്ന് നിങ്ങൾ ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് ശേഷം ആ വാതിലിലൂടെ അദ്ദേഹം പ്രവേശിച്ചിട്ടില്ല. ആ വാതിലിലൂടെ അദ്ദേഹം കടന്നിട്ടില്ല. അദ്ദേഹം പറയുമായിരുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് സ്ത്രീകൾക്ക് ഖാസായ പ്രത്യേകമായ വാതിലാക്കാനാണ്. ഇതായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞത്. നബി ആഗ്രഹിച്ചതുപോലും അവരെന്താക്കി? നടപ്പാക്കി. ആഗ്രഹിച്ചതുപോലും. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഹജ്ജ് ചെയ്യാൻ വന്നതാ,
നമ്മുടെ ഇബാദത്തിൻ്റെ ശരീരമെന്ന് പറയുന്നത് റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ലേ? നമുക്ക് റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ റസൂലിനോട് സ്നേഹം ഉണ്ടാകണമെന്ന് മനസ്സിലായില്ലേ? റസൂലിൻ്റെ കൂടെ സ്നേഹിച്ച ആളുകൾ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇന്നലെ നമ്മൾ നിസ്കാരത്തിൽ കേട്ടതല്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശ്ശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും റസൂലുള്ളാഹ്, റസൂലിൻ്റെ കൂടെയുള്ള ആളുകളെ പറ്റി പറഞ്ഞു. അവരാരാ? റുഹമാഉ ബൈനഹും അശ്ശിദ്ദാഉ അലൽ കുഫാർ, കുഫറിനോടും കുഫറിൻ്റെ വിചാരത്തോടും കുഫറിൻ്റെ വിശ്വാസത്തോടും കുഫർ കൊണ്ട് നടന്നിരിക്കുന്നവരോടൊക്കെ അവരോട് വലിയ വെറുപ്പായിരുന്നു. എന്നാൽ പരസ്പരം അവർ ഭയങ്കര സ്നേഹമായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവരിൽ അങ്ങനെയാണ്. നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതുപോലും അവർ നടപ്പാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ വല്ലൊന്നിങ്ങനെ പോയി നോക്കണം. എന്നിട്ട് സഹോദരന്മാരെ, ഇവിടെ നമ്മൾ തീരുമാനിക്കണം മാക്സിമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന്. ചെയ്തൂടെ? ഒക്കെ നിങ്ങളത് പറയാനുള്ള ധൈര്യം പോലും നമുക്കില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരിക്കും ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം എന്ന് നമ്മൾ അറിയണം, ആകണം. ആഗ്രഹം ഉണ്ടായ മതി സഹോദരന്മാരെ, അള്ളാഹു എത്തിച്ചു തരും. പക്ഷെ ആഗ്രഹം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അള്ളാഹു ആഗ്രഹത്തെ എന്താക്കും? പൂർത്തിയാക്കും. പക്ഷെ പൂർത്തിയാക്കണമെങ്കിൽ ആഗ്രഹം എവിടെ വേണം? ഹൃദയത്തിൽ വേണം, ഒറിജിനലാകണം, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പള്ളിയിൽ നിന്ന് വയല് കേട്ടപ്പം 1000 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ച് ബക്കറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്രയായി? 50ആയി. അതല്ല, ഉള്ളിലുണ്ടാകണം. ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആലോചിച്ച് ഇവിടുത്തെ സഹോദരിമാർ, അവർക്ക് ഹജ്ജിന് വന്നിട്ട് നമ്മളുടെ കൂടെ ഒരു സഹോദരി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. എന്തൊരു ഭാഗ്യവതികളാണ് ഹജ്ജിന് വന്ന ഈ സഹോദരിമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതുവരെ കേൾക്കാത്ത പലതും നിങ്ങൾക്ക് കിട്ടിയില്ലേ? പലതും അറിഞ്ഞില്ലേ? അത് എവിടുന്ന് കിട്ടുക? എവിടെയാണോ വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചത് അവിടുന്ന് കിട്ടുക. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയൊരു തൗഫീഖാണ് അള്ളാഹു തആല നൽകി. ഇങ്ങനെ അള്ളാഹു എല്ലാ അന്തരീക്ഷവും നമുക്ക് ഒരുക്കി തന്നിട്ട് ഈ അന്തരീക്ഷത്തിൽ ഈ സദസ്സിലിരുന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കാൻ പോവാണ്. മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും. പരമാവധി അള്ളാഹു ആരോടും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, അവരുടെ കഴിവിൽപ്പെട്ടതേ അള്ളാഹു എന്താക്കുള്ളൂ, കൽപ്പിക്കുള്ളൂ. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസത്തെ ജീവിതം ഞാൻ വളരെ ചുരുക്കി ഇങ്ങനെ പറയാം, വളരെ ചുരുക്കിയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കറിയാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. മാഷാ അല്ലാഹ്, എനിക്ക് ആയത്ത് ഓതേണ്ട കാര്യമല്ല, ആയത്തിൻ്റെ അർത്ഥം പറയേണ്ട കാര്യം കൂടിയില്ല, അത്രമാത്രം പ്രബുദ്ധമാണ് നിങ്ങൾ. ആയത്ത് ഞാൻ ഓതുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ ബാക്കി ഓതുന്നുണ്ട്, അതിന് അർത്ഥവും എന്താ അറിയാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിലാണ് നമുക്ക് ഉത്തമമായ ഉസ്വത്തുള്ളത്. നമ്മളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ ആരാ സഹോദരന്മാർ? അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം നമ്മുടെ റോൾ മോഡൽ ആകണം. അള്ളാഹു പറയുന്നത് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും ആഖിറത്തിന് സാക്ഷികളാകണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അതായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക സഹോദരന്മാർ. നബിയുടെ ജീവിതം നമുക്ക് ഫജ്ർ മുതൽ ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കരിക്കും, ജമാഅത്തായി ഫജ്ർ നമസ്കരിക്കും സഹാബികളുടെ കൂടെ. എന്നിട്ട് അല്പസമയം ചിലപ്പോൾ അവിടെ ഇരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസല്ലയിലിരിക്കും. പല ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി പല വിഷയങ്ങളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്യാനില്ലാത്ത ദിവസം നബി ആ മുസല്ലയിലിരുന്ന് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും. നബിയുടെ സ്വഭാവം അതാണ്. ഷുറൂഖ് വരെ, ഷുറൂഖ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ എന്താണെന്നുള്ളത്. ഷുറൂഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കണ സമയമാണ്, മനസ്സിലായി? ഉദിച്ചിങ്ങനെ ഒരു ചെറിയ വെളിച്ചമൊക്കെ വരും ആ സമയം. അപ്പോൾ അതാണ് ഷുറൂഖ് എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ നമുക്ക് ഷുറൂഖ് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് അവിടുന്ന് നിസ്കരിച്ച് പോരാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, അത് വല്ലാത്ത പുണ്യമുള്ളതാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഞാനത് വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന സഹാബികളുമായി പല കാര്യങ്ങളും സംസാരിക്കും, പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ആ ഇരുത്തത്തിൽ ചർച്ച ചെയ്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അത്യത്ഭുതകരമാണ് ആ കാര്യങ്ങളൊക്കെ. നബിയുടെ സ്വഭാവം അതായിരുന്നു. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് പോകും.
അവിടെ നബിയുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മക്കയിൽ പോയാൽ കാണും ഹുജ്റകളാണ് നബിയുടെ വീട്. ഹുജ്റ പറഞ്ഞാൽ റൂമാണ്, മനസ്സിലായി? അറബി ഭാഷയിൽ റൂമിന് 2 പേരുണ്ട്, ഹുജ്റ എന്നുണ്ട്, ഉർഫ എന്നുണ്ട്. ഹുജ്റ എന്ന് പറഞ്ഞാൽ തട്ടൊന്നും ഇല്ലാത്ത ഒരു ചെറിയ റൂമിനാണ് എന്താ പറയുക, അങ്ങനത്തെ വീടിനാണ് ഹുജറാത്ത് എന്നുള്ള അധ്യായം ഉണ്ടല്ലോ അല്ലേ. ഉർഫ എന്ന് പറഞ്ഞാൽ വേറെയാണ്. തട്ട് നമ്മൾ താമസിക്കുന്നൊക്കെ എന്താണ് ഉർഫ എന്ന് അവിടെ എഴുതിച്ച്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉർഫ എന്ന് എഴുതിച്ച്, അതാണ് വ്യത്യാസം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയിൽ നിന്ന് പലരും ഭാര്യമാരൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ സമയം വരെ അവരോട് സംസാരിക്കും. ദുഹാ സമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിച്ചുയർന്ന്, ദുഹ എന്ന പദം അതിൻ്റെ ഒരു നേർക്കുനേരെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സമയം പറഞ്ഞിരുന്നത്. സൂര്യൻ്റെ ചൂട് തട്ടിയാൽ നമുക്ക് ചൂട് വരുന്ന ഒരു സമയമാണ് എന്ത്, ദുഹ. മനസ്സിലായല്ലോ അല്ലേ ശരിക്ക്? ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് ദുഹ സമയം ഏതാണെന്ന് മനസ്സിലാവും. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇരിക്കും. എന്തെങ്കിലും സംസാരിക്കാനോ പറയാനുണ്ടോ പറയും, കളിക്കും, ചിരിക്കും, രസിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. പിന്നെ ദുഹ സമയമായാൽ, രണ്ടാമത്തേത് അതാണ്, ദുഹ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നിസ്കരിച്ചിരുന്നത് യുസല്ലി ദുഹ അർബഅൻ വയസീദു മാ ഷാ അല്ലാഹ്. സാധാരണ നിസ്കരിച്ചിരുന്നത് 4 ആയിരുന്നു, ചിലപ്പോൾ അതിനേക്കാൾ വർദ്ധിപ്പിക്കും. നമുക്ക് ജീവിതത്തിൽ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട, ഞാൻ റസൂലിൻ്റെ ജീവിതം ഇങ്ങനെ പറയാൻ കേട്ടോ, ഇത് വാജിബല്ലേ, മീൻസ് നിർബന്ധമല്ല. നിർബന്ധമായത് ഞാൻ നിർബന്ധം എന്ന് പറയും. ഫജ്ർ നമസ്കാരം എന്താണ്, നിർബന്ധമാണ്. ബാക്കി നമ്മൾ ആഗ്രഹിക്കുക, ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുക, പിൻപറ്റാൻ ആഗ്രഹിക്കുക, അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. അതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൂലത്ത് നടത്തും. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ ഒരു സുന്നത്തായിരുന്നു. പലപ്പോഴും നമുക്കറിയാത്ത ഒരു സുന്നത്താണ്. എന്താ വെച്ചാൽ ഈ ദുഹ കഴിഞ്ഞൊരു സമയമുണ്ടല്ലോ, കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരണ ഒരു സമയം, ളുഹറിൻ്റെ കുറച്ച് മുമ്പ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം ഉറങ്ങും. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ആ ഉറക്കിൻ്റെ പേരാ. ക്ലിയർ അല്ലേ? ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ആ ഉറക്കിൻ്റെ സമയം. എപ്പോഴാ സമയം? ളുഹ കഴിഞ്ഞിട്ട് ളുഹറിൻ്റെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്. 10 മുതൽ ഒരു 40 മിനിറ്റ് വരെ ഉറങ്ങിയതാണ് കാണുന്നത്. ഈ മിനിറ്റൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണേ, ഞാൻ പെട്ടെന്ന് ഉണർന്ന ദിവസത്തിൻ്റെ ആവശ്യമാണ്. ഉണർന്ന ദിവസം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസമൊക്കെ കേട്ടോ. വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈലൂലത്ത് ബഅദൽ ജുമഅയിൽ, ജുമഅയുടെ ശേഷമായിരുന്നു. ഇത് നമുക്ക് സത്യത്തിൽ പറ്റുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒന്നാണ്. സഹാബത്തും ഇത് ചെയ്തിരുന്നു. സഹാബികളുടെ ചരിത്രത്തിലൊക്കെ അത്ഭുതകരമായ, നിങ്ങളൊക്കെ കേട്ടൊരു ചരിത്രം ഉണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിൽ വന്നു. ഫാത്തിമ നബിയുടെ മകളാണല്ലോ. വീട്ടിൽ വന്നപ്പോൾ അലിയെ കണ്ടില്ല. അപ്പോൾ എവിടെ അലി എന്ന് ചോദിച്ചു. നബി അവിടെ വരാൻ കാരണം സാധാരണ അവിടെ ഉണ്ടാകുന്ന സമയമാണ് ആര്? അലി, മരുമകനാണല്ലോ. അലി ഉണ്ടാകുന്ന സമയമാണ്, കണ്ടില്ല. അപ്പം ഫാത്തിമയോട് ചോദിച്ചു എവിടെ അലി? അപ്പോൾ പറഞ്ഞു ഖാന ബൈനി വ ബൈനഹു ഷൈ ഫഗളബനി ഫഖറജ് ഫലം യഖിൽ. ആ വാചകത്തിനാണ് ഞാൻ ഫലം യഖിൽ എന്നുള്ള വാചകത്തിൽ. അതോ ഇന്ന് ഞങ്ങൾ തമ്മിലൊരു തർക്കമുണ്ടായിട്ട് മൂപ്പർ അങ്ങോട്ട് പുറത്തു പോയി. ഇന്ന് ഇവിടെ ഖൈലൂലത്ത് നടത്തിയിട്ടില്ല. ഫലം യഖിൽ ഖാല യഖിൽ. ഇന്ന് ഇവിടെ ഖൈലൂലത്ത് നടത്തി. അപ്പോൾ സാധാരണ എന്തുണ്ട്? ഖൈലൂലത്തുണ്ട് എന്നു മനസ്സിലായില്ല, അത് പറയാനാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ നിങ്ങൾക്ക് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയച്ച് എവിടെയോ നോക്കാൻ വേണ്ടി അയാൾ തിരിച്ചു വന്ന് പറഞ്ഞു അവിടെ ഉണ്ട്, പള്ളിയിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖൈലൂലത്തിൽ എവിടെ പോയി? പള്ളിയിൽ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാലോ കഥ. നബി ചെന്ന് നോക്കുമ്പം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തുണിയൊക്കെ അങ്ങനെ മാറിയിട്ട് മണ്ണിലാണ് തുണിയുള്ളത്. അപ്പം അവിടുന്നാണ് അലി റളിയല്ലാഹു അൻഹു നബി വിളിച്ചത് ഖും യാ അബാ തുറാബ്. അങ്ങനെയാണ് അബൂ തുറാബ് എന്ന് പേരുണ്ട് ആർക്ക്? അലിക്ക്. തുറാബ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണാണ്. മണ്ണിൽ വരണ്ടുകൊണ്ട് അറബികളുടെ സ്വഭാവമാണ് എന്തെങ്കിലും ഒരു സംഗതി അതിൻ്റെ കൂടെ അബൂന്ന് കൂട്ടി വിളിക്കും. അത് സ്നേഹമാണ്. നമ്മൾ കുഞ്ഞാപ്പോ കുഞ്ഞാനെന്നൊക്കെ വിളിക്കല്ലേ, കുഞ്ഞുമാനെന്നൊക്കെ വിളിക്കല്ലേ, അതേപോലത്തെ അറബികളുടെ സ്വഭാവം. ഞാനത് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാൻ, എന്താ വെച്ചാൽ ഈ ഖൈലൂലത്ത് സഹാബികളും എന്ത് ചെയ്തിരുന്നു? ചെയ്തിരുന്നു. നമുക്കൊക്കെ ഇവിടെ പലതരം പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പ്രശ്നമില്ലാത്തവരാ, ജോലിയുള്ളവരുണ്ട്, അതുണ്ടാവും ഒക്കെ. അല്ലാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നത് ഒഴിവ് കിട്ടുമ്പോഴെങ്കിലും ഖൈലൂലത്ത് ഭയങ്കര ആരോഗ്യത്തിന് ഭയങ്കരമായി ഗുണം ചെയ്യുന്ന ഒന്നാണ് ഖൈലൂലത്ത്. ഇബാദത്തുകൾക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് ഭയങ്കര ഉണർവ് തരും, ഉന്മേഷം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു സുന്നത്തായിരുന്നു. പിന്നെ ളുഹർ നമസ്കാരത്തിൻ്റെ സമയമായി. ളുഹർ നമസ്കാരത്തിന് നബി പള്ളിയിലേക്ക് വരും, ജനങ്ങളുടെ കൂടെ നമസ്കരിക്കും. സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നബി വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്തിനുള്ളത്?
ലുഹറിനുള്ളത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ലുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വെച്ചായിരുന്നു നമസ്കരിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരും. എന്നിട്ട് പള്ളിയിൽ വെച്ച് ലുഹർ നമസ്കരിക്കും. ലുഹർ കഴിഞ്ഞ് നബി പിരിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിരിഞ്ഞു പോയി വീട്ടിൽ വെച്ചായിരുന്നു 2 റക്അത്ത് ലുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചിരുന്നത്. അപ്പം പള്ളി അടുത്തുള്ളവരൊക്കെ അതിന് ശ്രമിക്കും. പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യരുത്, അത് മാറ്റി വെക്കരുത്. അതെല്ലാവരും ശ്രദ്ധിക്കുമാണ്. ഇതൊന്നും നിർബന്ധമുള്ള സംഗതിയല്ല. അതിൽ ലുഹർ മാത്രമാണ് എന്ത് നിർബന്ധം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കും. ലുഹർ കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കും. ആ സമയമായിരുന്നു നബിയുടെ ക്ലാസ്സുകളൊക്കെ. ആ സമയത്തായിരുന്നു നബിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ മാതിരി 1.5 മണിക്കൂറല്ല, 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ. ഞാൻ നാളെ പറഞ്ഞു എന്ന് തോന്നില്ലേ, കാരണം യതഹവ്വലു ബിൽ മൗഇള, കുറേശ്ശെ നബി കൊടുക്കുള്ളൂ, ഒന്നിച്ചു കൊടുക്കൂല. അപ്പോൾ അതാണ് എന്ത് കൂടുതൽ ഇഷ്ടം എന്ന നിലക്കാണത്, മനസ്സിലായില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വീട്ടിൽ പോയി സുന്നത്ത് നമസ്കരിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കും. ഭക്ഷണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം നിങ്ങൾക്കറിയാലോ, മാസങ്ങളോളം നബിയുടെ വീട്ടിൽ തീ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും, ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ഒരുപാട് കാലം അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് വിവരിക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മാ കാന യുഈശുക്കും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിനെ? അപ്പം അവർ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അൽ അസ്വദാനി അത്തംറു വൽ മാ, ഈത്തപ്പഴവും വെള്ളവുമായിരുന്നു, കാരക്കയും വെള്ളവുമായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നബിയുടെ അൻസാറുകളായ അയൽവാസികൾ നബിക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. അത് വീട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. ഇതായിരുന്നു സാധാരണ നബിയുടെ ജീവിതത്തിൽ. 2 നേരമാണ് നബി ഭക്ഷണം കഴിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 നേരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്, മനസ്സിലായി? നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാനല്ല കേട്ടോ ഞാനത് പറയണത്, ആരും വിചാരിക്കരുത്. നമ്മൾ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇവിടുന്ന് പോയിട്ടെങ്കിലും ഇവിടെ നമ്മൾ ചിലപ്പോൾ കുറച്ചധികം ആക്ടിവിറ്റീസൊക്കെ അധികം ഉള്ളതുകൊണ്ട് കുറച്ചധികം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. 2 ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. ഒന്നാമത്തേത് അതിൻ്റെ പേരാണ് ഖദാ എന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം നബിക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി എന്തായിരുന്നു, ഒരു ഭക്ഷണമായിരുന്നു. അത് കഴിച്ചിരുന്നത് അധികവും ലുഹറിൻ്റെ മുമ്പായിരുന്നു. ആ സമയമാണ് ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്, മനസ്സിലായി? 2ാമത്തെ ഭക്ഷണം വൈകുന്നേരമായിരുന്നു. അത് നമ്മൾ ആ സമയത്തെത്തുമ്പോൾ പറയപ്പെടാന്നുള്ളത്. സാധാരണ മഗ്‌രിബിൻ്റെ ശേഷമാണ് നബി ഭക്ഷണം കഴിക്കാറുണ്ട്. 2 ഭക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിരുന്നത്. നമുക്ക് മെയിൻ കോഴ്സ് തന്നെ എത്ര ഉണ്ട്? 3 ഉണ്ട്. അതിൻ്റെ പുറമെ കുറേ വേറെ കോഴ്സുകളുണ്ടല്ലോ. അതെ. അല്ല, ഇതൊന്നും തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇതൊക്കെ വേറെ ആരുടെയെങ്കിലും വല്ല സംഭവമാണെന്ന് പറയുമ്പോൾ നമ്മൾ ബേജാറാണ്ടാകും. നമ്മളതാണിത്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അസറിൻ്റെ സമയമാണ്. അസർ നബി ലുഹറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ചൂടുള്ള ഭയങ്കര ഉഷ്ണമുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹർ പിന്തിക്കും ഭയങ്കര ഉഷ്ണമുള്ള സമയത്ത്, മനസ്സിലായില്ലേ? പിന്നെ മഗ്‌രിബ് അസർ നമസ്കാരമാണ്. അസർ നമസ്കാരം സാധാരണ നബി ആദ്യത്തെ വക്തിൽ തന്നെ നിർവഹിക്കും, ആദ്യത്തെ സമയം തന്നെ നിർവഹിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അസർ കഴിഞ്ഞാൽ നബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, നബി ഇങ്ങനെ റൗണ്ട് ചെയ്യും, എല്ലാ വീടുകളിലും ഒന്ന് റൗണ്ട് ചെയ്യും. നബിയുടെ ഒരു സ്വഭാവമായിരുന്നു അത്. ശരിക്ക് കുടുംബത്തിനുള്ള സമയമായിരുന്നു. അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലുള്ള സമയം നബിക്ക് കുടുംബത്തിൻ്റെ കൂടെയുള്ള സമയം. എല്ലാ ഭാര്യമാരുടെ അടുത്തും പോവും, അവരുടെ അടുത്ത് ഇരിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. നബിയുടെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബായി. മഗ്‌രിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്‌രിബിൻ്റെ സമയത്ത് നമസ്കരിക്കും, മനസ്സിലായില്ലേ? പിന്നെ അസറിന് നമ്മൾ പറഞ്ഞു, അസറിന് റവാത്തിബ് സുന്നത്ത് നമസ്കാരമില്ല അസർ. എന്നാൽ പറ്റുമെങ്കിൽ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു. നബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, മൻ സല്ല അർബഅൻ ഖബ്ല അൽ അസരി റഹിമല്ലാഹു മൻ സല്ല അസ്റൻ ഖബ്ല അൽ അസരി മൻ സല്ല അർബഅൻ ഖബ്ല അൽ അസരി ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അസറിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാതിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ ചിലപ്പോൾ സമയം ഉണ്ടാവും. അപ്പോൾ 4 റക്അത്ത് റവാത്തിബല്ല, അല്ലാത്തത് എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കാം. ഈ റവാത്തിബും മറ്റൊന്നും നമ്മളൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റവാത്തിബ് സ്ഥിരമായി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഭയങ്കര ഫളായിലുള്ളതാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. സ്വർഗത്തിലൊരു വീടാണ്,
മനസ്സിലായി? മറ്റത് നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞ് മഗ്രിബ് നമസ്കരിക്കും. മഗ്രിബ് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം സാധാരണ നബി മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് അഷ കഴിക്കാറുള്ളത്. അഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിലെ ഭക്ഷണം കഴിക്കൽ മഗ്രിബിന് ശേഷമാണ്. അതൊരു ഒരു 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 ആദത്തായിരുന്നു. നോക്കൂ, അൽ അഷാഉ ഖബ്ല അൽ ഇഷ എന്നാണ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച്. നിങ്ങൾ മദ്രസ പഠിച്ചില്ലേ? ഫത്തഹ്, കസർ, ദമ്മ അങ്ങനെ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടോ അല്ലേ? ആദ്യം ഫത്തഹാണോ കസറാണോ? ഫത്തഹ് അല്ലേ? ഐഷ കസർ രണ്ടാമതല്ലേ? ഐഷ എന്നുള്ളതിന് കസറാണോ ഫത്തഹാണോ? കസറല്ലേ? ആഷ എന്നതാണ് ഡിന്നറിൻ്റെ പേര്, അതിന് ഫത്തഹ. ക്ലിയർ അല്ലേ? അൽ ആഷാ ബഅദൽ അൽ ഇഷ, അൽ ആഷാ ബഅദൽ ഇഷ. അപ്പോൾ ക്ലിയറാണ്. അത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. വീട്ടിൽ ചെന്നിട്ടോ ഇവിടെ നമുക്കിത് നിശ്ചയിച്ച സമയത്ത് തന്നെ കഴിക്കേണ്ടി വരും. അതാണ് സംഗതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ നമസ്കരിക്കും. പിന്നീട് ഇഷാക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കാരം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ശരി, ഇഷാന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പള്ളിയിരുന്ന് സഹാബികളുമായി ഡിസ്കസ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നബി സമയം ചിലവാക്കൂല, നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ, അവിടെ ഏത് വീട്ടിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് രാത്രി താമസിക്കുന്നത്, നബിക്ക് ഓരോ ദിവസം ഓരോ വീട്ടിലായിരുന്നു അന്ന് രാത്രി താമസിക്കുന്നത്, ആ വീട്ടിൽ മറ്റുള്ള എല്ലാ ഭാര്യമാരും ഒരുമിച്ച് കൂടും. വളരെ മനോഹരമായിരുന്നു നബിയുടെ കുടുംബജീവിതം എന്ന് പറയും. ആ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടും. എപ്പോൾ? ഇഷ കഴിഞ്ഞ് കുറച്ച് സമയം എന്നിട്ട് അവരുമായി സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെയാണ് അവസാനിക്കേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു കാരണവശാലും രാത്രി ആരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ തിരിഞ്ഞു കിടക്കണ എത്ര ആൾക്കാരാണ് എപ്പോഴും ഉള്ളത് അല്ലേ? എത്ര ആൾക്കാരാണ് നമ്മൾ നോക്കിയെങ്കിൽ ഒരു ബെഡ്റൂമിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഒരു ബെഡ്റൂമിൽ ഒരു വെറുതെ വാതിലടക്കാം, അവിടെ തിരിഞ്ഞു കിടക്കാം. ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് സംസാരിച്ച് സന്തോഷം ഉണ്ടാക്കിയിട്ടാണ് പോകും. അതാണ് അവിടെ അത് വിവരിക്കുന്ന സ്ഥലത്ത് സാഹിബികൾ പറഞ്ഞ പദമുണ്ട്, വയസ്തഇനിസു ബിഹിന്ന. ഈനാസ് ഇസ്തീനാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത ഒരു സ്നേഹത്തിലെത്തിയിട്ടേ വരികയുള്ളൂ. അങ്ങനെ ഇരിക്കണം. ഒരു രാത്രി പോലും, ഞങ്ങളോട് പറയണം, ഒരു രാത്രി പോലും ഇനി അങ്ങോട്ട് ഇവിടെ ഇണകളായി ഹജ്ജിന് വന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു രാത്രി പോലും ഇത് നിങ്ങളെ മക്കൾക്കും മരുകൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു രാത്രി പോലും പരസ്പരം പിണങ്ങി ജീവിക്കരുത്. ഒരു രാത്രി നമുക്ക് പാടില്ല. അനുവാദമുള്ളത് അത്രയേ ഉള്ളൂ. രാത്രി അത് മാറണം. അത് മാറാതെ ആരും ബെഡ്റൂമിലേക്ക് പോകരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാ നബിയുടെ സ്വഭാവം പറയുന്നിടത്ത് പറയുന്നുണ്ട്, പിന്നെ നബി ഉറങ്ങിയിരുന്ന രീതി പറയുന്നുണ്ട്. വക്കാന യനാമു മഅൽ മർഅത്തി മഅ നിസാഇഹി ഫി ശിആരിൻ വാഹിദ്. ഒരൊറ്റ പുതപ്പിൻ്റെ ഉള്ളിലെ നബിയും ഭാര്യയും ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2 പുതപ്പുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിയണം. വീട്ടിൽ ഒരൊറ്റ പുതപ്പിൻ്റെ ഉള്ളിലേ ഉറങ്ങാവൂ. അത് സുന്നത്താണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെ നബി ഇങ്ങനെ കാണിച്ചു തരാം. ഓരോ സംഗതികളും. ഞാൻ വളരെ ചുരുക്കി ഇങ്ങനെ പറഞ്ഞതാട്ടോ, വളരെ ചുരുക്കി പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. നബിയുടെ ഉറക്കത്തിൻ്റെ സമയം പറയുന്നത് രാത്രിയുടെ, നോക്കൂ എല്ലാവരും ശ്രദ്ധിക്കണേ, സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അവസാനത്തെ 1/3 ഭാഗമാകുമ്പോൾ എഴുന്നേൽക്കും. അതുവരെ നബി എന്താക്കും? സാധാരണ ജീവിതം. ചില ദിവസം വ്യത്യസ്തമായിട്ടുണ്ട്. ചില ദിവസം നബി ഫുള്ളായിട്ട് ഉറങ്ങാതിരുന്നിട്ടുണ്ട്, പകുതി ഉറങ്ങിയ ദിവസമുണ്ട്. പക്ഷേ നമ്മൾ നോർമലാണ് കാണേണ്ടത്. അപ്പോൾ എന്താ 1/3 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് മഗ്രിബ് മുതലാണ് രാത്രി കൂട്ടേണ്ടത്. ഇപ്പോൾ മഗ്രിബ് ആകണ എത്ര മണിക്കാണ്? 7 മണിക്ക്. ക്ലിയർ അല്ലേ? ഫജ്ർ ആകണതോ 4 മണിക്ക്. എത്ര സമയമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്? 8, 9, 10, 11, 12, 1, 2, 3, 4 എത്ര? 9 മണിക്കൂർ. ക്ലിയർ അല്ലേ? അതിൻ്റെ 1/3 എടുക്കണ്ടേ. അപ്പോൾ തന്നെ 2/3 ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. 1/3 എന്ന് പറഞ്ഞാൽ എത്ര? 3 മണിക്കൂറല്ലേ? നോക്കിക്കോ. 8, 9, 10, 11, 12, 1. ക്ലിയർ അല്ലേ? ഇന്നത്തെ ഒരു കണക്കാട്ടോ ഞാൻ പറയണേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചെയ്തിരുന്നത് അതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കണക്കല്ല, നമ്മൾ കുറച്ചെങ്കിലും ചെയ്യണം എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഒരു ഏകദേശം 1 മണി വരെ റസൂലുള്ള ഉറങ്ങും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. എന്നിട്ട് കേൾക്കണം നബിൻ്റെ സ്വഭാവം എന്താ, നബി പുറത്തേക്ക് ഇറങ്ങും. ആദ്യം നബി ചെയ്യാതാ എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ, അതൊക്കെ നമ്മൾ വേറൊരു ദിവസം ഞാൻ ദിക്ർ പറയാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പോയി. എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആകാശത്തേക്ക് നോക്കും, ആകാശത്തേക്ക് തലയുയർത്തി നോക്കും. ഭയങ്കര സംഭവമാണ് അതൊക്കെ. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാത്തതുകൊണ്ടാണ്. എന്താ കാണാനുള്ളത്, ഭയങ്കര കാഴ്ചയിരിക്കും, ഭയങ്കര ഒരു വൈബ. ശരിക്കും നിങ്ങൾ നോക്കിൻ്റെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആൽ ഇംറാനിലെ വചനല്ലേ, ഇന്ന ഫീ മാഷാ അല്ലാഹ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് തുടങ്ങുന്ന ആ വചനം ഇങ്ങനെ ഓതും. എന്നിട്ട് വീണ്ടും ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. ശരിക്കും ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ഇങ്ങനെ തരും. ഭയങ്കര ആ സമയം ശരിക്കും നമുക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ എന്താണ് ഇങ്ങനെ അനുഭവിക്കാൻ ഒരുപാടുണ്ട്. ഇത് വല്ലാത്ത അനുഭവം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വന്ന് വുളു എടുത്ത് നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. ബിത്തു ഇൻദ ഖാലത്തി മൈമൂന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാല അമ്മായിയായിരുന്നു, ഇളയമ്മയായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ. നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഒരാളാണ് മൈമൂന. ഞാനൊരു ദിവസം മൈമൂനയുടെ വീട്ടിൽ രാത്രി താമസിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഇതൊന്നും കേവല താമസമല്ല, നമുക്ക് ഞങ്ങൾ അവിടെ വിരുന്നിന് പോയിട്ട് നമുക്കിവിടെ പറഞ്ഞുതരാം എന്താ നബിയുടെ ജീവിതം. ഭയങ്കര സംഭവമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെയൊക്കെ ഒരുക്കി വെച്ച രീതി എത്ര രസമാണ് ഞങ്ങൾ വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറഞ്ഞു തരാത്ത എന്തെങ്കിലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കക്കൂസിൽ എങ്ങനെ ഇരുന്നത് നമുക്കറിയില്ലേ അല്ലേ? എത്ര നിസ്സാരങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മോഡേൺ ഫിലോസഫിയിൽ അതൊരു വലിയ വിഷയമാണോ? പക്ഷേ നമുക്ക് വിഷയം അത്രയും നിസ്സാരമായത് പോലും പറഞ്ഞു. എന്നിട്ട് അവർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞാൻ മൈമൂനയുടെ അടുത്ത് രാത്രി താമസിക്കാൻ പോയി. അപ്പോൾ അന്ന് ഫതഹദ്ദസ റസൂലുള്ളാഹി മഅ അഹ്ലിഹി സാഅതൻ. കുറച്ച് സമയം നബി ഇശാക്ക് ശേഷം വന്നിരുന്ന് കുടുംബത്തോടൊക്കെ ഇങ്ങനെ സൊറ പറഞ്ഞു. സുമ്മ റഖദ, എന്നിട്ട് ഉറങ്ങി. ഫലമ്മാ കാന സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ഖഅദ, നബി എഴുന്നേറ്റിരുന്നു. ഫനളറ ഇല സമ, കാണുന്നത് ഇങ്ങോട്ട് വിവരിച്ചു തരാം. എന്നിട്ട് നബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഫഖാല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഫദവല്ലാ, എന്നിട്ട് വുളു എടുത്തു. വസ്തന്ന, എന്നിട്ട് വുളുവിൻ്റെ 2 റക്അത്ത് നമസ്കരിച്ചു. ഫസല്ല 11 റക്അ, നബി ആകെ നമസ്കരിച്ചത് 11 റക്അത്തായിരുന്നു. സുമ്മ അദ്ദന ബിലാൽ, പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചു. ബിലാലിൻ്റെ സ്വഭാവമുണ്ട്, ഞാൻ അപ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ. ബിലാൽ ഭയങ്കര ബന്ധമാണ് ബിലാൽ നബിയായിട്ട്. ബിലാലിൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാൻ നബിയുടെ വീടിൻ്റെ മുമ്പിലൂടെ, മനസ്സിലായില്ലേ? അപ്പം ബിലാൽ നബീൻ്റെ വീട്ടിലെത്തുമ്പോൾ അസ്സലാ അസ്സലാ എന്ന് വിളിച്ചു പറയുന്നു. മാഷാ അല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊക്കെ വിളിക്കാതാണ് പോകലല്ലേ എല്ലാവരും. അസ്സലാ അസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വരാത്തതുകൊണ്ടല്ല, ഞാൻ ആ ഒരു സ്വഭാവം പറഞ്ഞെന്ന്. അങ്ങനെ ബിലാലിൻ്റെ ബാങ്ക് കേൾക്കും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാൻ, ബിലാലിൻ്റെ ബാങ്ക് കേൾക്കും. ബാങ്ക് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. അപ്പോൾ ഒരു സംഗതി ശ്രദ്ധിച്ചോ, രാത്രി നമസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ശേഷം, രാത്രി നമസ്കാരത്തിൻ്റെയും സുബഹിയുടെയും ഇടയിൽ ചിലപ്പോൾ നബി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. ചെറിയൊരു സമയം നബി കിടക്കാറുണ്ടായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞുകൂടാ, കിടക്കാറുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ ബാങ്ക് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. എന്നിട്ട് ഫസല്ല റക്അതൈൻ, അവിടെ വെച്ച് വീട്ടിൽ വെച്ചാൽ 2 റക്അത്ത് നമസ്കരിക്കും. സുമ്മ ഖറജ ഫസല്ല സുബ്ഹ്, എന്നിട്ട് വീട്ടിൽ നിന്ന് പോയി പള്ളിയിൽ പോയി എന്ത് ചെയ്യും? സുബ്ഹി നമസ്കരിക്കും. സുബ്ഹിൻ്റെ ശേഷമുള്ള നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇതുവരെ ആയല്ലോ, ഇപ്പോൾ റൗണ്ട് പൂർത്തിയായല്ലോ. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഭയങ്കര രസമല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കേട്ടപ്പോഴെന്താ തോന്നി? ഈ രീതിയിലൊരു മാറ്റം നമുക്കുണ്ടാകണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അത് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കഴിവിൻ്റെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നബിയുടെ ഒരു റോട്ടീൻ ലൈഫായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യുവെച്ചാൽ നമുക്കതിൽ പറ്റിയതൊക്കെ എന്താക്കാം, സ്വീകരിക്കാം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ മീസാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വനദഉൽ മവാസീന ബിൽ ഖിസ്തി ഫലാ തുഖ്സിറുൽ
മീസാൻ എന്ന് പറഞ്ഞാൽ മീസാനുണ്ട്, അള്ളാഹ് തൂക്കണ ഒരു തുലാസുണ്ട്. ആ തുലാസിൽ ചിലപ്പോൾ ഒരു സുന്നത്തായിരിക്കും. നമ്മൾ ശരിക്ക് ഓർക്കണം, ഒരു സുന്നത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ നിസ്സാരം എന്ന് കരുതരുതാണ്. ആ ഒരു സുന്നത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അതെ ഒമൻ സഖുലത്ത് മവാസീനുഹു കൂടണ്ടേ ഫി ഈശത്തി റാദിയ, ആ ഈശത്തു റാദിയ സ്വർഗത്തിലേക്കുള്ള സംതൃപ്തമായ ജീവിതത്തിൻ്റെ കാരണമാവുക ചിലപ്പോൾ ആ ഒരു സുന്നത്ത്. അതാരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്റ്റൈലൊന്ന് മാറ്റിയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സുന്നത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് എവിടെയെങ്കിലും മിനയിലൊക്കെ ഇരിക്കുമ്പോൾ ബാക്കി പറയാം. ഇന്ന് ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇബാദത്തിൻ്റെ നമ്മുടെ ഹജ്ജിൻ്റെ തുടക്കത്തിലാണ്. അതിനാണ് ഞാൻ ആദ്യം അള്ളാഹുവിൻ്റെ മഹബത്ത് പറഞ്ഞത്. ഒന്നും ഇവിടെ എത്തിയിട്ടില്ല പറഞ്ഞിട്ടൊന്നും, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മതിയാവും, നിങ്ങൾ വേഗം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് മതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള സ്നേഹം, നബിയോടുള്ള സ്നേഹമാണ് നബിയുടെ സുന്നത്തിനോടുള്ള സ്നേഹം. മനസ്സിലായി? ആ സുന്നത്തിനെ നമ്മൾ പിൻപറ്റിയാൽ, ആ സുന്നത്തിനെ നമ്മൾ മൻ അഹബ്ബ സുന്നത്തി, റസൂലുള്ളാഹിന്റെ വാചകം എത്ര ഭംഗിയുള്ളതാണ്. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ പിൻപറ്റിയാൽ അവരെവിടെയാണ്? എൻ്റെ കൂടെ. ഇഷ്ടപ്പെട്ടാൽ മൻ അഹബ്ബ സുന്നത്തി, അതാണ് സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ മതി. ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു. ഇഷ്ടപ്പെട്ടാൽ സ്നേഹിച്ചാൽ നമ്മളതെല്ലാം സ്നേഹം പറഞ്ഞല്ലോ, ചെയ്തു. അതാണ് സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ സ്നേഹിച്ചാലേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. എല്ലാവരും മനസ്സിലാക്കണം. ആ സ്നേഹമാണ്. ഇപ്പോൾ രണ്ട് സ്നേഹം നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഈ രണ്ട് സ്നേഹം കൂടി ഒരുമിച്ച് ചേർത്താൽ ഇൻഷാ അള്ളാഹ് ഇപ്പം നമ്മുടെ ഹജ്ജിന് എന്തായി? ആത്മാവുമായി ശരീരവുമായി. ക്ലിയർ അല്ലേ പറഞ്ഞു? ഇപ്പം എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഹജ്ജ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. എന്താ? റസൂലിൻ്റെ സുന്നത്ത് അങ്ങനെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം. കാരണം നമ്മളെ സ്നേഹം ആരോടാ? വേറെ ആരോടുമല്ല. വേറെ ആരോടെങ്കിലും സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മാറിപ്പോകാം. നമ്മുടെ ഏറ്റവും പരമമായ സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹം നമുക്കൊക്കെ നിലനിർത്തി തെരുമാറാകട്ടെ. നമുക്ക് ഇന്ന് നിങ്ങൾ ഹറമിലേക്ക് പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഒരുപാട് ബിലാൽമാരുണ്ട് ഇവിടെ. ഒരുപാട് ബിലാൽമാർ, ഭയങ്കര രസമാണ് അവരെ കാണാൻ തന്നെ. മനസ്സിലായി? നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കളറിനോടും നമുക്ക് ഒരു തരത്തിലുള്ള വെറുപ്പുണ്ടാകരുത്. നമ്മൾ പഠിച്ചത് വേറെയാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ മാറ്റി വീണ്ടും പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആ കറുപ്പ് കളറിൻ്റെ പ്രത്യേകത പറഞ്ഞത് അതുകൊണ്ടാണ്. അതൊക്കെ കറുപ്പന്മാരതാണ്. കറുത്ത കളറുള്ളവരിതാണ് ഇസ്ലാം മുഴുവൻ. ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളൊക്കെ കറുത്ത കളറുള്ളവരാണ്. കറുപ്പാണ് ഈ നാഗരികത മുഴുവൻ. നമുക്ക് കളറിനോടൊന്നും ആരോടും ആഫ്രിക്കൻസ് നമ്മൾ പറയരുത്, ഹൈ എന്ന് പറയരുത്. അവരെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ആരെയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ചും മക്കയിൽ. ഇനി നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ, ഹറമ് പോകുമ്പോഴും ഹറമിലിരിക്കുമ്പോഴും, ഇനി മക്കയിൽ എവിടെയെങ്കിലുമൊക്കെ അപ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ടത് ഇതൊക്കെയാണ്, ഈ ചരിത്രമൊക്കെ. ബിലാലിൻ്റെ ചരിത്രം, ഒരുപാട് ചരിത്രം ഇനിയുണ്ട് പറഞ്ഞാൽ തീരാത്തതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ മക്കയിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിലെ ചരിത്രം. നമുക്കിനി അധികം ചരിത്രം പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഹജ്ജിനെക്കുറിച്ചാണ്. അടുത്ത ദിവസം മുതൽ ഹജ്ജിൻ്റെ അമലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇനി നമ്മളെ കൂടെ ഹജ്ജിന് വന്നവരോട് നിർബന്ധമായിട്ട് അവരോട് എന്ത് ചെയ്യാൻ പറയണം? ക്ലാസ്സിനെത്താൻ പറയണം. കാരണം ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതല്ല, ശരിക്കും ഇതുവരെ പറഞ്ഞതാണ് കാര്യം കേട്ടോ, മറ്റതല്ല. മറ്റത് നമ്മൾ ഒന്നിരുമിച്ചായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ആകെയുള്ള ഒരു ബേജാർ ഇതിൽ എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ, യാത്ര മാത്രമേ ഉള്ളൂ ബേജാർ. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ? ലക്ഷക്കണക്കിന് ആളുകളാണ് ഹജ്ജിന് വന്നിട്ടുള്ളത്. യാത്രയിൽ ചിലപ്പോൾ പ്രയാസമുണ്ട്. ബാക്കിയുള്ളതിലൊന്നും നമ്മളൊരു ബേജാറ് വേണ്ട. നമ്മളെത്തേണ്ട സ്ഥലത്തൊക്കെ എത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. നമുക്ക് അറഫയാണ് പ്രധാന. അറഫയിൽ നമ്മൾ എത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളോട്, ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഗവൺമെൻറ് എന്താവും, ആംബുലൻസിൽ ഇരുത്തിയിട്ട് അറഫയിലെത്തിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ബേജാറുണ്ടാകേണ്ടതില്ല. എല്ലായിടത്തും നമ്മൾ എത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, നമ്മുടെ കർമ്മങ്ങളൊക്കെ എളുപ്പമാകാൻ, സൗകര്യമുള്ളതാകാൻ. എന്തെങ്കിലും അസൗകര്യങ്ങൾ വന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ടെസ്റ്റ് മാത്രം, അത്രയേ ഉള്ളൂ.
എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആരും ബേജാറാണ്ട. നമ്മുടെ കൂടെ ഹജ്ജിന് വന്നവരൊക്കെ ഹജ്ജ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഹജ്ജ് ചെയ്യും. അത് പരമാവധി സുന്നത്തനുസരിച്ചുള്ള, നമ്മൾ അള്ളാഹിനോടും റസൂലിനോടാണ് നമുക്ക് സ്നേഹം, അതനുസരിച്ചുള്ള ഹജ്ജ് തന്നെ നമ്മൾ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയുള്ളതാണ് ശരിക്കും പ്രധാനം. നമ്മുടെ ആദ്യം പ്രിപ്പയർ ആകേണ്ടത് നമ്മുടെ അല്ലേ, നിങ്ങൾക്ക് മിനയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ എന്താണെന്നുള്ളത്. അതാണ് പ്രശ്നം. അതുണ്ടായാൽ അള്ളാഹ് നോക്കേണ്ടത് അങ്ങോട്ടാണ്. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ എന്താവും, അള്ളാഹു ഇങ്ങനെ എളുപ്പമാക്കി തരും. മനസ്സിലായി? അഥവാ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോടാണ് പറയുന്നത്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, സഹാബത്തിൻ്റെ കൂടെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഒരുമിച്ച് കൂടൽ ഒരു കാരണമാക്കി മാറ്റണമേ. അർഹമുർ റഹീമായ റബ്ബേ, ഈ വർഷത്തെ ഹജ്ജ് എല്ലാവർക്കും, ഹജ്ജിന് വേണ്ടി വന്ന എല്ലാവർക്കും അല്ലാഹുവേ ഈ വർഷത്തെ ഹജ്ജ് മഖബൂലായ മബ്റൂറായ ഹജ്ജാക്കി നീ മാറ്റിക്കൊടുക്കണമേ. അല്ലാഹുവേ യാതൊരു പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ സൗകര്യപൂർവ്വം ഹജ്ജ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.